വെള്ളിയാഴ്ച രാവാൻ, ദുആഇന് ഇജാബത്തുള്ള രാവാൻ സയ്യിദുനാ റസൂലുള്ളാഹി. എന്ത് ചോദിച്ചാലും ഇന്ന് മഗ്‌രിബ് മുതൽക്ക് നാളെ സുബഹി വരെ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. ഖൈറായത് ചോദിക്കണം, നല്ല എന്തെങ്കിലും സുകൃതം ചെയ്തിട്ട് ചോദിക്കണം. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉൻ, 5 രാത്രികളിൽ പ്രാർത്ഥന അല്ലാഹു തട്ടൂല. അതിലൊന്ന് ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാൻ സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്ന രാവിന് ഭയങ്കര മഹത്വം. സുബഹിക്ക് ശേഷവും മഗ്‌രിബ് കഴിഞ്ഞും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം വെച്ച്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ? ഇനി സുബഹിക്ക് എഴുന്നേക്കണ്ടേ, എന്നാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അവർ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി കൂടുന്നവരുണ്ടോ? സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയം വരെ ദിക്റിലായി മുസല്ലയിൽ കഴിഞ്ഞുകൂടിയാൽ, ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞാൽ, സലാത്ത് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഅദിലു ഉംറതൻ താമതൻ താമതൻ തമാ, പരിപൂർണമായ 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 ഉംറയുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തവനാകട്ടെ, നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിയവനാകട്ടെ, അതാ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രംഗം ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള വല്ലാത്ത രംഗമാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ സമുദ്രങ്ങളിലെയും ജലാശയത്തിലെയും വെള്ളം കൊണ്ടുവന്ന് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം ശമിക്കൂല സാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ സക്കറാത്തിന്റെ ഹരിനെ കുറിച്ച് പഴയ കാലഘട്ടം മുതലേ ഉമ്മമാരും ഉപ്പമാരും വല്ലാതെ അപരാധപ്പെടുന്നത്. ഏത് ആലിമിനെ കണ്ടാലും, ഏത് സൽക്രമം ചെയ്താലും, എന്ത് ദാനധർമ്മം ചെയ്താലും, ഏത് പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുത്താലും, ഏത് യതീം മക്കളുടെ തലയിൽ തലോടിയാലും, ഏത് പാവങ്ങളുടെ കണ്ണീരപ്പിയാലും എല്ലാവരുടെയും ആവശ്യം ഒന്ന് മാത്രമാണ്, ആഖിബത്ത് നന്നാകണേ ഉസ്താദേ, അന്ത്യം രക്ഷപ്പെടണേ രക്ഷപ്പെടണേ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കാണ് ആഖിബത്ത് നന്നാകേണ്ടത്? ആർക്കാണ് പെങ്ങളെ ആഖിബത്ത് നന്നാകേണ്ടത്? ഈ ദുനിയാവിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കണേ നയിക്കണേ. പരസ്പരം കലഹിക്കാതെ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് പാങ്ക് മുഴങ്ങുമ്പോ കൃത്യമായി നമസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സഹോദരിമാരുണ്ടോ? ഭർത്താവിനോടുള്ള കടമകൾ പാലിച്ചവളാണോ? മാതാപിതാക്കൾ അനുസരിച്ചവരാണോ? കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിച്ചുകൊണ്ട് മുന്നേറിയവരാണോ? അയൽപക്ക ബന്ധങ്ങൾ വലിയ കണക്കായി മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണോ? ഒരാളോടും അനാവശ്യം പറയാതെ നാവിനെ സംരക്ഷിച്ചിട്ടുള്ളവരാണോ? കൈകൊണ്ട് ഹറാമ് ചെയ്യാതെ, കാലുകൊണ്ട് ഹറാമ് പ്രവർത്തിക്കാതെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിക്കാതെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കാതെ, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കാതെ, കണ്ണുകൊണ്ട് ഹറാമായതിലേക്ക് നോക്കാതെ, എല്ലാം പടച്ചറപ്പിലേക്ക് അല്ലാഹുവിലേക്ക് എന്ന് മനസ്സിലാക്കി, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ സുഹൃതം, എന്റെ ജീവിതമെല്ലാം അല്ലാഹുവിനാണ്, പടച്ചറപ്പിനാണ്. അവനാണ് ഈ ലോകത്തിന്റെ സംരക്ഷകൻ, അവനാണ് ഈ ലോകത്തിന്റെ സർവാധിപതി, അവനാണ് ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ
തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ, അവന് വേണ്ടിയാണ് എന്റെ ജീവിതമെന്ന് കരുതി ജീവിക്കുന്ന സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക, അവർക്ക് മാത്രമാണ് മരണം റാഹത്താക്കാൻ പറ്റുക. അല്ലാതെ ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവർ, ഈ ദുനിയാവിൽ വിചരിച്ചവർ, ഈ ദുനിയാവിൽ മോശമായ പ്രവർത്തനങ്ങളുമായി മോശപ്പെട്ട ജീവിതവുമായി കഴിഞ്ഞു നീങ്ങിയവരെ ഇദാ ബലഗതി തറാഖിയ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള അസ്റായീൽ അലൈഹിസ്സലാമും 500 മലക്കുകളും കടന്നു വന്നുകൊണ്ട് വലതുകാലിന്റെ ഭാഗത്ത് 250 മലക്കുകൾ തമ്പടിച്ചിട്ട് അവന്റെ വലതുകാലിന്റെ പള്ളവരലിലൂടെ 250 മലക്കുകൾ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവിനെ വലത് ഭാഗത്തിലൂടെ കൊണ്ടുവരികയാണ്. ബാക്കിയുള്ള 250 മലക്കുകൾ 500 മലക്കുകളിൽ നിന്ന് വലത് ഭാഗത്ത് 250 മലക്കുകൾ ആത്മാവിനെ വലതുകാലിലൂടെ റൂഹിനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന രംഗം ബാക്കിയുള്ള 250 മലക്കുകൾ ഇടതുകാലിന്റെ തള്ളവരയിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ അണ്ണനാണത്തിലേക്ക് അവന്റെ ശ്വാസങ്ങൾ മുഴുവനും ഇല്ലാതാക്കി തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്, ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്, ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്? ദുനിയാവിൽ എനിക്ക് വിഷമം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് പ്രയാസം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് കൈക്ക് കടച്ചിൽ വരുമ്പോ, കാലിന് തരിപ്പ് വരുമ്പോ, എനിക്ക് തലവേദന ഉണ്ടാകുമ്പോ, ഞാൻ ക്യാൻസറിന്റെ വേദന കൊണ്ട് പൊളയുമ്പോ ഖുർആൻ ഓതി മന്ത്രിച്ചൂതിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആരാണ് എനിക്കൊന്ന് ഊതിത്തരാനുള്ള സൂഫിയാക്കൾ? ആരാണ് എനിക്കൊന്ന് ഊതിത്തരാനുള്ളത്? വളന്ന അന്നഹുൽ ഫിറാഖ്, വ്യക്തമായവൻ മനസ്സിലാക്കുകയാണ്, ഇതെന്റെ അവസാനത്തെ യാത്രയാണ്, മടക്കമില്ലാത്ത യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. ഇനി തന്റെ കുടുംബത്തിലേക്ക്, ഇനി തന്റെ വീട്ടിലേക്ക്, ഇനി തന്റെ നാട്ടുകാരിലേക്ക്, ഇനി തന്റെ അയൽവാസികളിലേക്ക്, ഇനി തന്റെ കുടുംബത്തിന്റെ നാഥനായി, ഇനി തന്റെ കുടുംബത്തിന്റെ രക്ഷകനായി, ഇനി മക്കളുടെ ഉപ്പയായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവായി ഇനി ഞാൻ വീട്ടിലേക്ക് വരുകയില്ല. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയം അവനെ തിരിച്ചറിയുകയാണ്, ഇനി നമസ്കരിക്കാൻ പള്ളിയുടെ ബാങ്ക് വിളിച്ചാൽ പോകാൻ പറ്റൂല, ഇനി ജുമഅക്ക് ആഗ്രഹിച്ചാലും, ഇനി ജമാഅത്തിന് ആഗ്രഹിച്ചാലും, ഇനി എനിക്ക് പള്ളിയിൽ മുസല്ല വിരിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു വേള പോലും നമസ്കരിക്കാൻ പറ്റൂലല്ലോ. വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്, ഇടതുകാലിന്റെ കണങ്കാലിന് മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് അവന്റെ കാല് വെച്ചുകൊണ്ട് അവൻ ഉരസുകയാണ്. വേദന കൊണ്ട് പൊളിയുന്ന രംഗമാണ്. മരണത്തിന്റെ മുഖം ഖുർആൻ വിവരിക്കുകയാണ്. തീർന്നില്ല. വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അവന്റെ നാഥന്റെ ഹദ്റത്തിലേക്ക്, അവന്റെ റബ്ബിന്റേതാകുന്ന തിരുസവിധത്തിലേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ആ റബ്ബാണ് അവനെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് അവനെ പരിപാലിച്ചത്, ആ റബ്ബാണ് അവനെ വിവാഹം ചെയ്യിപ്പിച്ചത്, ആ റബ്ബാണ് അവന് സാലിഹത്തായ ഇണയെ നൽകിയത്, ആ റബ്ബാണ് അവന് മക്കളെ അല്ലാഹു നൽകിയത്. ആ റബ്ബിനെ മറന്നുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവളല്ലയോ, സിനിമ കണ്ടുകൊണ്ട് നടന്നവനല്ലയോ, സീരിയല് ദർശിച്ചു
ഉപേക്ഷിച്ചുകൊണ്ട് നടന്നു പോയവരല്ലയോ, ഇനി മടക്കമില്ല, മടക്കമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. ജീവിതത്തിൽ അവൻ സത്യസന്ധത പുലർത്തിയിട്ടില്ല, ജീവിതത്തിൽ ഒരു സദഖയും അവൻ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്താത്തവനാണ്, പള്ളി കയറുന്നത് അറപ്പാണ്, നമസ്കരിക്കുന്നവന് ശീലമില്ലാത്തവനാണ്. കൊറോണയുടെ ഘട്ടം മുതൽ ഇന്ന് വരെ ഒരൊറ്റ ജുമാ പോലും അവൻ നമസ്കരിച്ചിട്ടില്ല. ജമാഅത്തുകൾക്ക് പരിപൂർണമായ വിമുഖത കാണിച്ചവനാണ്, നമസ്കാരങ്ങളെ വെച്ച് പിന്തിപ്പിച്ചവളാണ്, ജുമാ നമസ്കാരത്തെ വെച്ച് പിന്തിപ്പിച്ച മനുഷ്യനാണ്. നമസ്കാരങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിതത്തിന്റെ നാന്ദിക്ക് വേണ്ടി മുന്നോട്ട് പോയവനാണ്. വലാകിൻ കല്ലബ വതവല്ല. ഈ ദുനിയാവിലെ റബ്ബിനെ കളവാക്കിക്കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് വരുന്നവനാണ്. വാല് കേൾക്കാതെ, നമസ്കാരം ചിട്ടവെക്കാതെ, അള്ളാഹുവിനെ മറക്കുന്നതായ ആചാരങ്ങളുമായി മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയലുകൾ ദർശിക്കാനും തന്റെ രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കിയവന്. വലാകിൻ കല്ലബ വതവല്ല ثم ذهب إلى أهله يتمطى. ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വാചാലനാവുകയാണ്. അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു നടന്നത്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ പോയിക്കൊണ്ട് പറഞ്ഞത് അഹങ്കാരത്തോടു കൂടിയാണ്, എനിക്ക് മരണമുണ്ടാവുകയില്ല, എനിക്ക് ഖബറുണ്ടാവുകയില്ല, ഞാൻ മഹ്ശറിൽ വിശ്വസിക്കുന്നില്ല. അവന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് അത്തരത്തിലായി, അവന്റെ ഫേസ്ബുക്കിൻ്റെതാകുന്ന രീതികൾ അത്തരത്തിലായി മാറി. നന്മയാർന്ന പ്രവർത്തനങ്ങളില്ലാതെ ആരെക്കുറിച്ചും മോശത്തരം കമന്റ് ചെയ്തുകൊണ്ട് മുന്നേറാൻ അവൻ തുനിഞ്ഞവനാണ്. ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച് അനാവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയവനാ. സുബ്ഹാനല്ലാഹ് ഔലാ ലക ഫഔലാ. അവന്റെ മുന്നിൽ വന്നുകൊണ്ട് മലക്ക് പറയുകയാണ്, നിനക്ക് ബന്ധപ്പെട്ടതാകുന്ന ശിക്ഷയാണ് ഇനി നൽകാൻ പോകുന്നത്. വല്ലാത്ത രംഗമാണ്. 500 മലക്കുകൾ കൂടി ആത്മാവിനെ വേർപെടുത്തുകയാണ്. 500 മലക്ക്, 250 മലക്ക് വലതുഭാഗത്ത്, വലതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്, ബാക്കിയുള്ള 250 മലക്ക് ഇടതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്. നീ ചിന്തിച്ചു നോക്ക്. അസ്രായിൽ അലൈഹി ഇസ്ലാം മാത്രമല്ല, മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ 500 മലക്കുകൾ. വലതുകാലിന്റെ തള്ളവരലിന്റെ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന 250 മലക്കുകളിൽ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവരും. വലതു ഭാഗത്ത് 100, ബാക്കിയുള്ള ഇടത് ഭാഗത്ത് നിൽക്കുന്ന 250 മലക്കുകൾ അവിടും തുടങ്ങും ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുവരാൻ. ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ സക്കറാത്തിന്റെ ഹാൽ വളരെയേറെ പ്രയാസപ്പെടും. അള്ളാഹു സക്കറാത്തിന്റെ ഹാലിൽ നമുക്ക് സമാധാനം നൽകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കാനുള്ള അവസരം അള്ളാഹു നൽകട്ടെ. അതിനെന്ത് വേണം? എന്ത് വേണം? ഈ ദുനിയാവിൽ 5 വഖത്ത് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണം. സുബഹിയുടെ സുന്നത്തിന്റെ മഹത്വം, എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും, എല്ലാ പ്രയാസങ്ങളും മാറും. അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓതിയാൽ. ഞാനിപ്പോൾ അതിലേക്കൊന്നും മടക്കുന്നില്ല, കാരണം അങ്ങനെ സമയം നീണ്ടുപോകും. ഞാൻ ഭയക്കാൻ ചുരുക്കി പറയാൻ. അപ്പൊ സുബഹി കഴിഞ്ഞും മഗ്രിബിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ, വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. സുബഹി കഴിഞ്ഞ് ഉദയം വരെ ദിക്ർ ചൊല്ലി ഇരുന്ന് നോക്കി ഉംറ നിർവഹിച്ച പ്രതിഫലം. സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, പോകണ്ട. നീ ഇവിടെ നിന്റെ പള്ളിക്കകത്ത്, നിന്റെ വീടിന്റെ അകത്തലത്ത് ഉംറ നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതെ ആ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകട്ടെ, സലാത്താകട്ടെ, നിനക്കറിയാവുന്ന രീതിയിൽ ഖുർആൻ പാരായണമാകട്ടെ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പള്ളിയിലേക്ക് കയറുമ്പോൾ കണ്ടിട്ടില്ലേ, പള്ളിയിൽ സമയം എഴുതി വെക്കുന്നതിന് അവിടെ ഉദയം എന്നതിന്റെ എഴുതിയിട്ട് സമയം കുറിച്ചിട്ടുണ്ടാവും. എന്തിനാ അങ്ങനെ?
ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇബാദത്ത് എടുക്കാനാണ്. ആ സമയം വരെ ഇബാദത്ത് എടുക്കണം. സുബൈ കഴിഞ്ഞിട്ട് ആ സമയം വരെ അനങ്ങാതിരുന്ന് ദിക്ർ ചൊല്ലി നോക്ക്. ഉംറ നിർവഹിച്ച വെറുതെ ഡെയിലി കിട്ടും ഉംറ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് വീട്ടിലെ സ്ത്രീകൾക്കും കിട്ടും. ആ സമയം അറിഞ്ഞാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞാൽ സുബൈ നിസ്കരിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും എന്നർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അവിടെ തന്നെ ഇരിക്കണം. ഉംറയുടെ ആ ഒരു ടൈമല്ലേ, അത്രയും നേരം തവാഫ് സഈ ഒക്കെ ചെയ്യുന്നതിന് ആ ഒരു സമയം അതവിടെ ഇരിക്കും. എന്നിട്ട് ദിക്ർ ചെയ്യും, ഖുർആൻ ഓതി. ഉംറ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ അമലുകൾ കഴിയും. നമ്മൾ എന്താ ഇതിനൊക്കെ വിമുഖത കാണിക്കുന്നത്? ഇതൊക്കെ മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസുണ്ട്. ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാത്തീനു ഫഖ്തഫു സിബിയാനകും വഹ്ബിസു മവാശിയകും ഹബീബ് റസൂലുള്ളാഹി. സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ യന്തശിറു ശയാത്തീനു, പിശാച് പരക്കുന്ന സമയമാണ്, പിശാച് പാറിക്കളിക്കുന്ന സമയം. അതാണ് ആ മഗ്‌രിബിന്റെ അസ്തമയ സമയം. അതുകൊണ്ട് ഫഖ്തഫു സിബിയാനകും, നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ. പുറത്ത് കളിക്കുകയാണെങ്കിൽ ഇങ്ങ് വരാൻ പറയണം. മഗ്‌രിബ് വാങ്കുളിക്കുന്നതിന് മുമ്പ്, അസ്തമയത്തിന് മുമ്പ്. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം പിശാച് പിടിക്കാൻ കാരണമുണ്ട്. ഈ 2 വസ്തുക്കളെയും, മൃഗങ്ങളെയും പിടിക്കും, മനുഷ്യനെയും പിടിക്കും. പൈശാചികത അത് കാണിക്കും. രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്ന കരച്ചിൽ എന്ത് ഓതിയിട്ടും കാര്യമില്ല. ഇന്ന് മഗ്‌രിബിന്റെ സമയം എടുക്കുമ്പോൾ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ, ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പോയി മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കടയിൽ പർച്ചേസിന് കൊച്ചുകുട്ടികളായിട്ട് ഇറങ്ങാൻ. ഇതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ. മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം പഴയ കാലഘട്ടങ്ങളിൽ ആ 10 മിനിറ്റാണ് ശരിക്കും വിനിയോഗിക്കുക ദീനിന് വേണ്ടി. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി, പുരുഷന്മാർ, സ്ത്രീകളെല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, സലാത്ത് ചൊല്ലും. മഗ്‌രിബിന് മുമ്പ് 2 മിനിറ്റ് മുമ്പ് ദുആ ചെയ്യും. സമർത്യലബ്ദിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. ദെൻ മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് അറിയില്ലേ? സൂറത്തു ശംസ് അറിയാവോ? സൂറത്തു ശംസ് അറിയില്ല, ഖമർ അറിയില്ലേ? بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. ഈ സൂറത്ത് പൂർണ്ണമായിട്ട് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർത്ഥ്യം. ചിലർ പറയും എൻ്റെ മോനൊരു വണ്ണാസി പോലെ, ഇമ്മ ചുണയുമില്ല, ഒന്നുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, അങ്ങനെ നടക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്തു സൂറത്ത് ഓതണം? സൂറത്തു ശംസ്. ഈ സൂറത്ത് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർത്ഥ്യം കിട്ടും. അല്ലാതെ ചാറ്റിംഗ് നടത്താനല്ല. പിന്നെ എന്തിനാ? ദീനിന്റെ ഒരു വിഷയത്തിൽ സാമർത്ഥ്യം. അല്ലാഹു ആ സാമർത്ഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം ഇതാണ്. ആ ഉമ്മാക്ക് കിട്ടുന്ന നേട്ടവും ഇതാണ്. ഒരു മകനെ ആലിമാക്കി ദീനിന്റെ അഹ്ലുകാരനാക്കി സേവകനാക്കി പറഞ്ഞു വിടുമ്പോൾ ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളെ, സമുന്നതരാകുന്ന ഉലമാക്കളെ വേദിയിലിരുത്തി ഉമറാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു ഫാത്തിഹ അവർക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന നേട്ടമാണ്. എത്ര ഫാത്തിഹ ഇപ്പോൾ അവരുടെ ഹദ്റത്തിലേക്ക് ചെല്ലും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സദസ്സിലുള്ള പെരുമാതറയിലുള്ള ഓരോ ഉമ്മമാരോടും ഉപ്പമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, തഴവ ഉസ്താദിന്റെ 3ാമത്തെ മകളാകുന്ന അഫീഫത്ത് ബീവി എന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് ഈ സദസ്സിൽ നിന്നെത്തുന്ന 1000 ഫാത്തിഹയോളം ഒരൊറ്റ സെക്കൻഡിൽ അവരുടെ ഖബറിലേക്ക് എത്തുകയാണ്. ഖബർ പ്രകാശിക്കാൻ തയ്യാറായി നിലകൊള്ളുകയാണ് അല്ലേ? ഈ ഒരു ഫാത്തിഹ ചെല്ലുന്നതോടുകൂടി ആയിരക്കണക്കിന് വിശ്വാസിനികളുടെ കണ്ടനാദങ്ങളിലൂടെ കടന്നു വരുന്ന ഈ ഫാത്തിഹ, അതിന്റെ മഹത്വം എത്ര വലുതാണ്.
എത്രയോ ശ്രേഷ്ഠതയാണ്. എത്രയോ സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാ ചെല്ലാൻ സാധിക്കുന്നു. അവിടെയൊക്കെ ചെന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോഴും അവിടെയുള്ളതാകുന്ന ആളുകളോട് ഇത് പറയുമ്പോഴും അവിടെയുള്ളതാകുന്ന നല്ല നല്ല പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര്, എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളതാകുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്തുകൊണ്ട് ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഉസ്താദിന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഖത്മ ഓതി എന്ന് പറഞ്ഞറിയിച്ചവരുണ്ട്. യാസീൻ ഓതിയവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലി ലക്ഷക്കണക്കിന് ചൊല്ലിയിട്ട് അറിയിച്ച ഉമ്മമാരുണ്ട്. ഫാത്തിഹ സൂറത്ത് ഓതിയവരുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയവരുണ്ട്. ദഅവത്ത് ഓഫ് കുമ്മനം അസ്സരി എന്നുള്ള എൻ്റെ വിനീതൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അൽഹംദുലില്ലാ ഏകദേശം 113ഓളം വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിട്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ അതിൽ ഉമ്മമാരൊക്കെ തന്നെ ദുആ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കബറിൽ കിട്ടുന്ന നേട്ടം എത്രയാണ്? ചെറിയ നേട്ടമല്ല. 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവ്, മറ്റൊന്ന് തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം, ലൈംഗിക അവയവം. ഇത് രണ്ടും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ ഉറപ്പ്, ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം. സയ്യിദുനാ റസൂലുള്ളാഹി ഇതൊക്കെ അവസാന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോൾ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന രംഗമാണ്. ഒമാ അസ്കതഹുല്ലവും, എന്തേ നാവിനെ നനക്കാൻ പറ്റാതായി പോയത്? നാവനക്കാൻ പറ്റാതായി പോയല്ലോ. ഒമാ അസ്കതഹുല്ലവും, നാവ് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞതല്ലേ, എന്ത് പറ്റി ഇപ്പോ? കനങ്ങാപ്പാറയായിട്ട് നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ്? മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അത് ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്തിനും ശേഷമുള്ള സുന്നത്തിനും ഒക്കെ ശ്രേഷ്ഠതയാണ്. ആര് ശ്രദ്ധിക്കുന്നു? അസറിന് മുമ്പുള്ളതാകുന്ന 4 റക്അത്ത് സുന്നത്ത്, അസറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, അല്ല ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, ളുഹറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, അസറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്. ഇത് കൃത്യമായി നമസ്കരിക്കുന്നവന് നരകീയ മോചനം ഷഫീആയ റസൂലുള്ളാഹി. ചില ആളുകൾ നേരത്തെ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും, എന്നാൽ ഇഖാമത്ത് കൊടുക്കുമ്പോഴേ പള്ളിക്കകത്തോട്ട് എത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ബാത്റൂമിലും സൈഡിലും സിഗരറ്റ് വലിച്ചു, സാർ കയറിക്കാട്ടെ ഞാൻ വന്നേക്കാം, തഹിയ്യാത്തിലെത്തുമ്പോൾ അങ്ങ് വരാം. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അവിടെ കറങ്ങി കറങ്ങി ഇങ്ങനെ നിൽക്കാം. ശൈത്താനാണ്. ഇതിനേക്കാൾ വലിയ ശൈത്താൻ വേറൊന്നുമല്ല. ശൈത്താനെ കാണണമെങ്കിൽ അവരെ കണ്ടാൽ മതി, പുറത്തൊന്നും പോകണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പള്ളിക്കകത്ത് കയറിയാൽ എത്ര പേരാണ് നബയ്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഇതൊക്കെ കൂലിയല്ലേ, ഇറങ്ങുന്നത് വരെ പ്രതിഫലം കിട്ടുമല്ലേ. ഇത് പള്ളിയുടെ വാതിൽക്ക് വെണ്ടക്കാശരത്തി എഴുതി വെച്ചാൽ പോലും അല്ലാഹ് അതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഒളുവിന്റെ ദുആ അവിടെ കയറി അവിടെ നമ്മുടെ കാണുന്നുണ്ട്, അതൊന്നും നോക്കാനോ ചെയ്യാനോ ഒന്നും ഇന്ന് വരാനും തയ്യാറാകുന്നില്ല. ഒക്കെ എഴുതി അവിടെ ഇട്ടിട്ടുണ്ട്, ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോറി. ഇതൊക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ വരണം. ചെറിയ കാര്യമല്ല, വലിയ അമലാണ്. ചെറുതായിട്ട് നമ്മൾ കണക്കാക്കുന്ന പല കാര്യങ്ങളുമാണ് ആഖിറത്തിൽ വലുതായി പരിഗണിക്കപ്പെടുക. ഹബീബ് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പറയുന്നു, നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗപ്രവേശനത്തിന് ആർക്കെങ്കിലും സാധ്യമാകുകയും ചെയ്താൽ, സ്വർഗത്തിന്റെ മനോഹരമാക്കപ്പെട്ട 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യത ലഭിച്ചവനാണ് ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചവൻ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ ദൈനംദിന ജീവിതം കൊണ്ട് ഇപ്പം 30, 40, 50, 60, 70 വയസ്സൊക്കെ എത്തിയവർ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടല്ലോ. ഈ സദസ്സിൽ പെരുമാതുറ സെൻട്രൽ ജമാഅത്തിന്റെ മുൻഭാഗങ്ങളിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദര സഹോദരിമാർ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഇക്കാലം അത്രയും ഉള്ളതാകുന്ന അമലുകളെന്ന് ചേർത്ത് വെച്ച് നോക്കി. ഈ പറഞ്ഞതാകുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ തയ്യാറായിട്ടുള്ളവരാണോ? നരകം നിങ്ങളിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ടോ? സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാകുന്ന അമലുകൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇന്ന് മരിച്ചാൽ ഈ സെക്കൻഡിൽ മരണപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാൻ. എല്ലാവരുടെയും മനസ്സിന്റെ അകത്തലത്തിലുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു കാലെ പിടിച്ച് നരകത്തിലിടും. ആ കോലത്തിലാണ് പോക്ക്, അല്ലേ? ആണോ അല്ലയോ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നല്ല ഉറപ്പ് വേണം. അമല് കൊണ്ട് ഉറപ്പുള്ള എത്ര പേര്? അവനുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ വേണം. മോമിനായ മനുഷ്യൻ അങ്ങനെ വേണം. എപ്പോഴും പ്രതീക്ഷയും വേണം, പ്രത്യാശയും വേണം, എപ്പോഴും വേണം. അത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവൻ എന്താ ചോദിച്ചതെന്ന് പോലും അറിഞ്ഞില്ലായിരിക്കും ചിലപ്പോൾ. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. സ്വർഗം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, മക്കളുടെ പ്രതീക്ഷയാണ്, അവർ കൈ ഉയർത്തും. അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം
സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയെക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ് അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹിഫ്ളിലും ഹിമായത്തിലുമായി നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു വഴിമാറ്റി തരട്ടെ. സ്വർഗത്തെക്കുറിച്ച് മഹാനുഭാവന് പാടുകയാണ്. അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഇരിപ്പിടം തരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നം വേണം. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വിജയിച്ചവനവരാൻ, ആഖിറത്തിലും വിജയിച്ചവനവരാൻ. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തെ തൊട്ട് വിദൂരമാക്കുന്ന പ്രവർത്തനങ്ങളുമായി ഈ ദുനിയാവിൽ നടന്നു നീങ്ങിയവനാണോ? വൗദ്ഖിലൽ ജന്ന, സ്വർഗ പ്രവേശനത്തിന് സാധ്യമായിട്ടുണ്ടോ? ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചവൻ. എന്തുകൊണ്ട്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് കേവലം വഞ്ചനയാണ്, വഞ്ചനയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്നത് കേവലം വഞ്ചനയുടെ ലോകമാണ്. ഖുർആനാണ് പറഞ്ഞത്. നിന്നെ വഞ്ചിക്കാൻ, നിന്റെ ആരോഗ്യത്തെയും നിന്റെ ജീവിതവും നീ മനസ്സിലാക്കിക്കോ. ഈ ദുനിയാവിന് വേണ്ടി നീ കഷ്ടപ്പെടുകയാണെങ്കിൽ, ദുനിയാവിന് വേണ്ടിയാണ് നിന്റെ ജീവിതമെങ്കിൽ, ദുനിയാവ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ലോകമാണ്. ഖുർആൻ പറയാ, ഇവിടെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പാണ്. തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ ആരും ഇവിടെ പൈസ ഉണ്ടാക്കുന്നില്ല. നേരെ മാർഗത്തിലൊന്നും ഇവിടെ ആരും പണം ഉണ്ടാക്കുന്നില്ല, അല്ലേ? 5 കൊല്ലം ഗൾഫിൽ പോയി 25 കൊല്ലം ഗൾഫിൽ കിടന്നാലും കിട്ടുന്ന പണമാണ് ഈ 5 കൊല്ലം കൊണ്ട് ഒപ്പിച്ചുകൊണ്ട് വന്ന് വലിയ മണിമാളികൾ വെക്കുന്നവർ പല ആളുകൾ. ആരുമല്ല. അള്ളാഹു നമ്മുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് അവിടെ പോണമെന്നില്ല, നാട്ടിൽ തന്നെയാണെങ്കിലും ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥതയില്ല. യജമാനൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അവന്റെ പൈസ അടിച്ചു മാറ്റുക, ഏതെങ്കിലും വിധേയനെ വളഞ്ഞ വഴിയിൽ പൈസ ഒപ്പിക്കുക. ലോട്ടറി അടിക്കുന്നു, ബിഗ് ടിക്കറ്റ് കടിക്കുന്നു, 52 ലക്ഷം 85 ലക്ഷം. അല്ല, നമുക്ക് കിട്ടുന്നില്ലല്ലോ, 1.5 കോടി രൂപ. എന്തേ നമുക്ക് കിട്ടാത്തത്? എന്നാ ഒന്ന് എടുത്തു നോക്കാം. അതിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. വഞ്ചനയുടെ ലോകമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്, വഞ്ചനയുടെ ലോകമാണ്. ആ ദുനിയാവിന്റെ പിറകെ നീ ഓടരുതേ, ഓടരുതേ. ദുനിയാവിന്റെ പിറകെ നീ പോകരുത്. വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ ഫറാറത്തുൻ ത്വയ്യാറാ വഹിയ ത്വയ്യാറാ. ബഹുമാനപ്പെട്ടവർ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹനീയമാകുന്ന ഗ്രന്ഥത്തിൽ ദുനിയാവിനെ കുറിച്ച് വിശാലമായി പ്രതിപാദിക്കുന്ന ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ അവസാനമായി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ ഫറാറത്തുൻ ത്വയ്യാറ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഖദ്ദാഅത്തുൻ, നിന്നെ വഞ്ചിക്കുന്നതാണ്. ദുനിയാവിനെ ഒരു സുന്ദരിയായ പെണ്ണിനോടാണ് ബഹുമാനപ്പെട്ടവർ ഉപമിച്ചത്.
വിശാലമാണ്, ഞാൻ ചുരുക്കി പറയാൻ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദുനിയാവിന്റെ പിറകെ നീ പോയാൽ, പെണ്ണിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിന്റെ സർവ്വതും നശിച്ചു എന്ന് പറയുന്നത് പോലെ ദുനിയാവിന്റെ സൗന്ദര്യം കണ്ടിട്ട് നീ അതിന്റെ പിറകെ നീ പുകഴി കൂടണ്ട. അവസാനം നീ നശിക്കും, നീ വഞ്ചിതനാകും. വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ, ദുനിയാവ് നിന്നോട് ചതി പ്രയോഗിക്കും. നിന്നെ വഞ്ചിക്കുക മാത്രമല്ല, നിന്നോട് ചതി പ്രയോഗങ്ങൾ നടത്തും. ഫറാറത്തുൻ, നിനക്കൊരു വിപത്ത് വരുമ്പോ ഈ ദുനിയാവ് ഓടി മാറും. നിനക്കൊരു വിപത്ത് വരുമ്പോ, നിന്റെ മുന്നിൽ അസ്രായിൽ അലൈഹിസ്സലാം വരുമ്പോ നിനക്ക് സഹായവസ്തുവുമായിട്ട് നീ കൈനീട്ടിയാൽ ഈ ദുനിയാവ് നിന്റെ പിറകെ നിൽക്കൂല, നിന്നെ പിടിച്ചു നിർത്തൂല, പൊയ്ക്കോ എന്ന് പറയും. ഫറാറ, നിന്നെ വിട്ടുകൊണ്ട് ഓടി മാറും. നിനക്കൊരു വിപത്തുണ്ടാകും, തയ്യാറ, നിന്നെ വിട്ടുകൊണ്ട് പറന്നു പോകുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഓർമ്മിച്ചത് അങ്ങനെയാണ്. ശരിയല്ലേ? ആരാ ഈ ലോകത്തുനിന്ന് മരിക്കാൻ നിൽക്കുന്ന മരണത്തിന്റെ മുഖത്ത് നിന്ന് തിരിച്ചു വന്നിട്ടുള്ളവരാരാണ്? അസ്രായിൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വേളയിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയാകാൻ ഈ ദുനിയാവ് അവൻ അവസരം നൽകിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആർക്കും അവസരം കൊടുത്തിട്ടില്ല. ആ സെക്കൻഡിൽ തന്നെ പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ടും മനുഷ്യൻ എന്തേ ചിന്തിക്കാത്തത്? എന്നിട്ടും മനുഷ്യൻ എന്തേ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി കരുതലോടുകൂടി മുന്നോട്ട് പോകാത്തത്? ഇപ്പോഴും ഈ മഹാമാരി വന്ന് സാമ്പത്തിക മേഖല മുഴുവനും നശിച്ചു ഉസ്താദേ എന്ന് പറയുന്നതാകുന്ന ഇത്തരുണത്തിൽ പോലും മനുഷ്യൻ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല, അല്ലേ? മോശപ്പെട്ട വാക്കുകളിലൂടെയും മോശപ്പെട്ടതാകുന്ന വചനങ്ങളിലൂടെയും വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിലൊക്കെ അശ്ലീലതകൾ എഴുതി നിറച്ചും അശ്ലീലതകൾ പാതിരാത്രി സമയമത്രയും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടു തീർത്തും ഗൂഗിളിലൂടെ WW അടിച്ചുകൊണ്ട് അശ്ലീലക്കപ്പെട്ടതാകുന്ന സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർത്തുമൊക്കെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കാൻ മാനവൻ ഇപ്പോഴും മെനക്കെട്ടുകൊണ്ട് തയ്യാറാകുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. അവനൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോഴും അവൻ ദുനിയാവിന്റെ പിറകെയാണ്. ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടും ഇപ്പോഴും വീണ്ടും വലിയ വിഷയങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വൈറസ് വരുന്നു, അല്ലെങ്കിൽ ഈ കൊറോണ തന്നെ വലിയ ശക്തി പ്രാപിക്കുന്നു എന്നൊരു ഭാഗത്ത് പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ബ്രിട്ടനിൽ അങ്ങനെ നടന്നു, ഇതാ ഇന്ത്യയിൽ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞാലും സൗദിയിലേക്ക് ആളെ കയറ്റുന്നില്ല, ഫ്ലൈറ്റ് കയറ്റുന്നില്ല, അവിടെ ഇങ്ങോട്ടും ആരും വരുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ മീഡിയയിലൂടെ കേട്ടാലും ഇപ്പോഴും മനുഷ്യൻ പഴയ കോലത്തിൽ തന്നെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരി സംരക്ഷിക്കട്ടെ. ഇപ്പോഴും എങ്ങനെ തന്നെ. ഇപ്പോഴും ആരെങ്കിലും ജുമായ്ക്ക് കറക്റ്റായിട്ട് വരുന്നവർ എത്ര പേരുണ്ട്? ജമാഅത്തുകൾക്ക് കറക്റ്റായിട്ട് വരുന്നവർ എത്ര പേരുണ്ട്? എന്നാൽ ഈ ജുമയും ജമാഅത്തും മുടക്കിയിട്ട് പുറത്തുള്ള ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും നിറസാന്നിധ്യമാണിവൻ. ഈ 2 കാര്യങ്ങൾക്കേ പള്ളിയിൽ വരുന്നതിനെ കൊറോണയെ ഭയക്കുന്നുള്ളൂ. കമ്പോളത്തിൽ പോകുന്നതിന് ഭയപ്പാടില്ല, ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഭയപ്പാടില്ല, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ തുണിയെടുക്കാൻ പോകുന്നതിന് ഒരു പുരുഷനും ഭയപ്പാടില്ല. 10 വയസ്സുള്ളതാകുന്ന കുട്ടികൾ, അതിന് താഴോട്ടുള്ള കുട്ടികൾക്ക് തടസ്സമുള്ളൂ. 60 വയസ്സ് മുതൽക്കുള്ളതാകുന്ന പുരുഷന്മാർക്ക് തടസ്സമുള്ളൂ. ഇതിനിടയിലുള്ളതാകുന്ന ആളുകൾ എവിടെ ജമാഅത്തിനെവിടെ? മാസ്ക് ധരിച്ച് മുസല്ല വിരിച്ച് അകലം പാലിച്ചുകൊണ്ട് മനോഹരമായി നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ പള്ളികളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് പോലും നമസ്കരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പള്ളികൾ എത്തിപ്പെട്ടില്ലേ? ഇതിനേക്കാൾ വലിയ ലോകാവസാനത്തിന്റെ അടയാളം വേറെന്ത് പറയാനാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ അള്ളാഹ് എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ അള്ളാഹ് എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഈ ലോകത്ത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസൊക്കെ പണ്ട് വഅദ് പറയുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നതാകുന്ന മനുഷ്യൻ അവൻ ചിന്തിക്കും, ഓ അങ്ങനെയൊക്കെ അവസ്ഥ ഇവിടെ വരാൻ, ഇത്രയും റാത്തീബും മൗലൂദ് സദസ്സും ഇത്രയും പള്ളികളിൽ പഴയ കാലഘട്ടങ്ങളെക്കാൾ ചെറുപ്പക്കാര് സജീവമായി പള്ളികളിൽ ഇബാദത്തെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് ഇനി അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെ ചിന്തിക്കുമെന്ന് കരുതി ഒരു കൊല്ലം തികഞ്ഞില്ല, ഇതാ ഒരു കൊല്ലത്തോളം മനുഷ്യൻ അത് കണ്ടുകൊണ്ടിരിക്കാൻ. പള്ളികൾ മുഴുവനും അടയ്ക്കപ്പെട്ടു പോയ അവസ്ഥ, തുറന്ന പള്ളികളിൽ പോലും സജീവമാകാത്ത അവസ്ഥ. 1000-ഓളം വരുന്ന കുടുംബങ്ങൾ ഉള്ളതാകുന്ന നമ്മുടെ മഹല്ലുകളിൽ പോലും വഖ്തുകൾക്കും ജുമാഅകൾക്കും എത്ര പേരാണ് പങ്കെടുക്കുന്നത്? ചിന്തിക്കുക. നമസ്കരിക്കാൻ സൗകര്യപ്പെടുന്നതാകുന്ന മഹല്ലുകളിൽ പോലും തൊട്ടടുത്ത് നിസ്കാര പള്ളികൾ തൈക്കാവുകൾ ഉണ്ടായിട്ട് പോലും നമസ്കാരങ്ങൾക്ക് ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്ന എത്ര മുഅ്മിനീങ്ങളുണ്ട്? നമുക്കൊന്നും ഇതൊന്നും ശ്രദ്ധയൊന്നുമില്ല, നമ്മൾ മരിക്കുമെന്നുള്ളൊരു ചിന്തയില്ല, വേറൊരു ലോകത്തോട് പോയിക്കൊണ്ടിരിക്കുക.